ശ്രീ നിയാസ് പറഞ്ഞത് നരേന്ദ്രമോദിജി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് വഞ്ചിച്ചു. അങ്ങനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചാണകവെള്ളം തളിച്ചത് എന്നാണ് നിയാസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഇന്ത്യയിൽ. 2014 അദ്ദേഹം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇതേ തൃശ്ശൂരിൽ 2014 നരേന്ദ്രമോദി വന്നപ്പോ അന്നും ഇതേ യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 2016 വീണ്ടും നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു. അന്നും ഇവര് ചാണകവെള്ളം തളിക്കുന്ന സമരം നടത്തി. ഞാൻ ചോദിക്കട്ടെ, 2014 അദ്ദേഹം പ്രധാനമന്ത്രി പോലുമല്ല. അതിനു മുമ്പ് വന്നപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ചാണകവെള്ളം തളിച്ചത്? എന്ത് വഞ്ചനയാണ് അദ്ദേഹം നടത്തിയത്? അതുപോലെ തന്നെ 2016 ഇപ്പോൾ തൃശ്ശൂരിൽ എപ്പോൾ നരേന്ദ്രമോദി വന്നാലും ചാണകവെള്ളം തളിക്കാൻ ശ്രമിക്കുക, സമരം നടത്തുക എന്നുള്ള ഈ ശൈലി എന്തിന്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മോദി ഗ്യാരണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാത്ത കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ ഗ്യാരണ്ടികൾ അദ്ദേഹം നടപ്പാക്കിയത് മുഴുവൻ പറഞ്ഞാൽ സമയം തീരില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാതെ കടന്നു പോകാനും പറ്റില്ല. കേരളത്തില് ടോയ്ലറ്റുകൾ നൽകുന്ന സ്വച്ഛ ഭാരത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ ആക്ഷേപത്തോടു കൂടിയാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും UDF-ഉം LDF-ഉം ഒക്കെ അതിനോട് പ്രതികരിച്ചത്. എന്നാൽ കേരളത്തിൽ മാത്രം, ഞാൻ പറയുന്ന കണക്കുകൾ മുഴുവൻ കേരളത്തിലേത് മാത്രമാണ്, അതായത് BJP ഭരിക്കാത്ത കേരളത്തിൽ മാത്രം 2,39,360 ടോയ്ലറ്റുകൾ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞു നരേന്ദ്രമോദി. അതാണ് മോദി ഗ്യാരണ്ടി. കേരളത്തിൽ മാത്രം പ്രധാനമന്ത്രിയുടെ വീട് പദ്ധതി 19,850 വീടുകൾ നഗരപ്രദേശങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. അതാണ് മോദി ഗ്യാരണ്ടി. വീട് തോറും വൈദ്യുതീകരിക്കുന്ന ദീൻദയാൽ ഉപാധ്യായ കുടിൽ ജ്യോതി യോജന 3,25,000 വീടുകൾ കേരളത്തിൽ മാത്രം വൈദ്യുതീകരിച്ചു. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതിരുന്ന, വളരെ ഒന്നാം സ്ഥാനത്താണെന്നൊക്കെ അഭിമാനിക്കുന്ന കേരളത്തിൽ പോലും ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലായിരുന്ന 55,34,109 പേർക്ക് ഈ കേരളത്തിൽ ജൻധൻ അക്കൗണ്ട് കൊടുത്തു. അതാണ് മോദി ഗ്യാരണ്ടി. അതുപോലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുത്ത്, സ്റ്റൈഫൻഡ് കൊടുത്ത്, അവർക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും സൗജന്യമായി കൊടുത്തിട്ട് 2,17,402 പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് തൊഴിൽ ചെയ്യുന്നു. അതാണ് മോദി ഗ്യാരണ്ടി. കേരളത്തില് ഇന്ന് സൗജന്യമായിട്ട് 1,55,00,000 പേർക്ക് സൗജന്യമായിട്ട് അരി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് പകുതിയോളം. അതാണ് 1,55,00,000 പേർക്ക് സൗജന്യ അരി കൊടുക്കുന്നു. അതാണ് മോദി ഗ്യാരണ്ടി. അതുപോലെ കേരളത്തിലെ അംഗൻവാടികളില് പോഷകാഹാരം വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും 109,75,00,000 രൂപ വീതം അംഗൻവാടികളിൽ കൊടുക്കുന്നു. മോദി ഗ്യാരണ്ടി. ഈ കൊച്ചു കേരളത്തിലെ LPG കണക്ഷനുകൾ സൗജന്യമായിട്ട് അനുവദിച്ചത് 3,41,270 വീടുകളിലാണ്. അതാണ് മോദി ഗ്യാരണ്ടി. അതുകൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, ഈ പെൻഷനുകൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കിട്ടുന്നു എന്ന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റും അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ സഹായം, ഭക്ഷ്യസുരക്ഷാ സഹായം, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള മൂലധന നിക്ഷേപം, എന്തിനേറെ നമ്മുടെ കോളേജ് അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ നേർപകുതി 50%, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അടുത്ത 4 മാസത്തേക്ക് 2024 ഏപ്രിൽ മാസം വരെയുള്ള സഹായധനത്തിന്റെ മുൻകൂർ, കേരളത്തിൽ പണമില്ല, ദരിദ്രമാണ് എന്ന് ഹൈക്കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുത്ത ഒരു സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത സഹായം 2024 ഏപ്രിൽ മാസം വരെ മുൻകൂറായിട്ട് കൊടുത്തു 6,214 കോടി. അപ്പോൾ അതാണ് മോദി ഗ്യാരണ്ടി. പട്ടിണി കിടക്കരുത്.